കൊല്ലം പുനലൂരിൽ പരിഭ്രാന്തി പരത്തി വിരണ്ടോടി കാള. പിക്കപ്പ് വാനിൽ കൊണ്ടുവന്ന 2 കാളകളിൽ ഒന്നാണ് വിരണ്ടോടിയത്. റോഡിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ഈ കാള ആക്രമിച്ചു. നിർത്തിയിട്ടിരുന്ന കാറും തകർത്തു. വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ആ കുഞ്ഞിന്റെ ആരോഗ്യം എങ്ങനെയാണ്? പുനലൂർ പേപ്പർമൽ റോഡിൽ സെങ്ക്രേറ്റി സ്കൂളിന് സമീപം കശാപ്പിനായി കൊണ്ടുവന്ന കാളകളിൽ ഒരെണ്ണമാണ് വിരണ്ടോടിയത്, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പിക്കപ്പ് വാനിൽ കശാപ്പിനായി കൊണ്ടുവന്ന 2 കൂറ്റൻ കാളകളിൽ ഒന്ന് കയർ പൊട്ടിച്ച് റോഡിലേക്ക് ചാടുകയും വിരണ്ട് ഓടുകയുമായിരുന്നു. റോഡിൽ കണ്ട ഒരു കാർ കുത്തി മറിക്കുകയും ട്യൂഷൻ കഴിഞ്ഞെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനെ ആക്രമിക്കുകയും ചെയ്തു. കൈക്കും കാലിനും പരിക്കേറ്റ ആദിത്യനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം കാള പുനലൂർ പട്ടണത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വിരണ്ട് ഓടിയതാണെന്നും പേയുടെ ലക്ഷണങ്ങളാണെന്നും ഒരു അഭ്യൂഹം പരന്നതിനാൽ കാളയെ പിടിച്ചു കെട്ടുന്നതിനും വളരെ താമസമുണ്ടായി. അവസാനം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ആക്രമണകാരിയായ കാളയെ തളച്ചത്. തമിഴ്നാട്ടിൽ നിന്നും പുനലൂരിലെ ഇറച്ചി സ്റ്റാളിലേക്ക് കൊണ്ടുവന്ന കാളയാണ് വിരണ്ടോടിയത്. അലക്ഷ്യമായി മൃഗത്തെ കൊണ്ടുവന്നതിന് കാള ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ കാളയെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്നും പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. മുൻപും ഒരു തവണ ഇത്തരത്തിൽ മറ്റൊരു കാള പുനലൂരിൽ വിരണ്ടോടിയിരുന്നു. ഇത് 2ാം തവണയാണ് പുനലൂർ പട്ടണത്തിൽ കാള വിരണ്ടോടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ശരി മനോജ്, വിരണ്ടോടിയ കാള അതൊരു കുഞ്ഞിനെ ആക്രമിച്ചു, ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചു, ഒപ്പം കാർ തകർക്കുകയും ചെയ്തു. മനോജാണ് പുനലൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.